2023 കേരളത്തിൽ ഏറ്റവും മലിനമായ പുഴ കല്ലായി. കരമന വരെ മാലിന്യം തന്നെ. നദികൾക്ക് മരണമണി മുഴക്കുന്നതാര്? കല്ലായി പുഴയൊരു മണവാട്ടി, കടലിൻ്റെ പുന്നാര മണവാട്ടി, മലയാളിയുടെ പുന്നാര മണവാട്ടി. പുഴ ഇന്ന് മാലിന്യ വാഹിനിയാണ്. കല്ലായി പുഴ മുതൽ കരമന നദി വരെയുള്ള നദികളിലെ മലിനീകരണ തോത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളിയുടെ ജീവിതത്തിൻ്റെ നിത്യസുഗന്ധമായിരുന്ന 44 നദികളും മലിനപ്പെട്ടതല്ല, നാം മലിനപ്പെടുത്തിയതാണ്. വികസനത്തിൻ്റെ തേരോട്ടത്തിനിടയിൽ കാൽക്കീഴിലെ മണ്ണും കൺമുന്നിലെ വായുവും വെള്ളവുമെല്ലാം മലിനപ്പെട്ടത് നാം കാണാതിരുന്നുകൂടാ. പർവ്വതനിരയുടെ പനിനീരായി കുളിരും കൊണ്ട് കുണുങ്ങി നടന്ന മലയാളി പെണ്ണായ പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങൾ ഉച്ഛ്വാസവായു കിട്ടാതെ ചത്തുമലർത്തത് എത്ര നിസ്സാരമായാണ് നാം കണ്ടത്. 2 പഠന സ്ഥാപനങ്ങൾ തികച്ചും വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നൽകിയത് മുന്നിലുണ്ട്. ബന്ധപ്പെട്ടവർ അത് വെച്ച് ഉറങ്ങുകയാണോ എന്നതും പ്രധാനമാണ്. ഒരു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവേഷണ പഠന സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ ചേർത്തുള്ള ഒരു പൊതുസമിതി പഠനങ്ങൾ നടത്തേണ്ട പുതിയ രീതിയാണ് നാം അവലംബിക്കേണ്ടത്. 2023 കേരളത്തിൽ ഏറ്റവും മലിനമായ പുഴ കല്ലായിയാണ്. 2022 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന കരമന നദി ഇപ്പോൾ 2-ാം സ്ഥാനത്തായി തൊട്ടു പിന്നാലെയുണ്ട്. ആകെ 130 ഇടങ്ങളിൽ നടത്തിയ പഠനത്തിൽ 103 സ്ഥലങ്ങളിലും കുളിക്കാൻ പോലും വെള്ളം കൊള്ളില്ല. നദികളിലെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 3 മില്ലിഗ്രാം മാത്രമേ ആകാവൂ. കല്ലായി പുഴയിൽ ഇവ 12.8 മില്ലിഗ്രാം ആണ്. പ്രധാന കാരണങ്ങൾ: അശാസ്ത്രീയമായ രീതിയിൽ മലിനജലം പുഴകളിലേക്ക് ഒഴുക്കുന്ന രീതി പെരിയാർ തീരത്തുൾപ്പെടെ കാണാവുന്നതാണ്. രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ നദീതടങ്ങളിലെ അമിത ഉപയോഗം പ്രശ്നമാണ്. നദികളുടെയും പുഴകളുടെയും തീരങ്ങളിലും നദീതടങ്ങളിലും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാതെ നേരിട്ട് കുഴലുകളിലൂടെ നദികളുടെ അടിഭാഗത്ത് വിടുന്ന രീതി വ്യാപകമായി കാണാവുന്നതാണ്. വ്യാവസായിക ഫാക്ടറികളിലെ ദ്രവ മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച് വിഷരഹിതമായി മാത്രമേ ജലസ്രോതസ്സുകളിലേക്ക് വിടാവൂ എന്നിരിക്കെ അതൊന്നും ചെയ്യാതെ നേരിട്ട് പുഴകളിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയാണ് കാണുന്നത്. കോടാനുകോടി സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് പുഴകൾ. വിവിധ കാലങ്ങളിൽ ആവശ്യത്തിന് നദികളിൽ നീരൊഴുക്കുണ്ടായാൽ മാത്രമേ സമീപ പ്രദേശങ്ങളിലും ജലസ്രോതസ്സുകളിൽ ജലം സുലഭമായി കാണുകയുള്ളൂ. നദീജലം മലിനപ്പെട്ടാൽ നദീതീരങ്ങളിലെ മറ്റ് ജലസ്രോതസ്സുകളും മലിനപ്പെടാൻ സാധ്യതയുണ്ട്. നദീതീരങ്ങളിലെ ആശുപത്രികൾ, അറവുശാലകൾ, ഫാക്ടറികൾ, ഹോട്ടലുകൾ, കെട്ടിടങ്ങൾ, കോഴി ഫാമുകൾ എന്നിവയുടെ ഇടങ്ങളിലെ മാലിന്യങ്ങൾ നേരിട്ടും അല്ലാതെയും നദികളിൽ ഇടുന്നുണ്ട്. നഗരങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിലെ കക്കൂസ് മാലിന്യങ്ങൾ ഇരുളിൻ്റെ മറവിൽ ആളൊഴിഞ്ഞ പുഴയിടങ്ങളിൽ നേരിട്ട് ഒഴുക്കിവിടുന്ന എത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു അച്ചടക്കവും തത്വദീക്ഷയുമില്ലാതെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും അഭയസ്ഥാനം നദികളാണ്. പല പുഴകളിലും മാലിന്യ തുരുത്തുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ മാലിന്യങ്ങൾ കൊണ്ടിടാൻ പറ്റിയ ഇടങ്ങളായി നദികളെ കാണുന്ന രീതി നല്ലതല്ല. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളുടെ കുറവ് മൂലം സെക്കൻഡ് ജനറേഷൻ സാനിറ്ററി പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഖരദ്രവ്യ മാലിന്യങ്ങളുടെ വർധനവും ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനമില്ലായ്മയും കൂടിയാകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ആരാണ് പ്രതി? സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെ കക്കൂസ് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതാണോ പ്രശ്നം? ഫാക്ടറികളിലെ ജലവും ഖരദ്രവ്യ മാലിന്യങ്ങളും നിശ്ചിത അളവിൽ ശുദ്ധീകരിക്കാതെ പുഴകളിലേക്ക് വിടുന്നവരാണോ പ്രതികൾ? ഏറ്റവും ശാസ്ത്രീയമായ മലിനജല പരിപാലന മാർഗങ്ങളും രീതികളും വികസിപ്പിക്കാത്തതാണോ പ്രതിസന്ധി? തൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നത് നേരിട്ടോ മറ്റൊരാൾ വഴിയോ അറിഞ്ഞാൽ 25,000 രൂപ വരെ പിഴ ചുമത്താൻ അധികാരമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ അത് നിർവഹിക്കാത്തതാണോ പ്രശ്നം? പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചാൽ 2 ലക്ഷം രൂപയോ 3 വർഷത്തെ ജയിൽവാസമോ രണ്ടും കൂടിയോ ചുമത്താൻ വകുപ്പുള്ള നാട്ടിൽ എങ്ങനെയാണ് ഇത്രയധികം പുഴ മലിനീകരണം നടക്കുന്നത്? ഒന്നുകിൽ പരാതികൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പരാതികളിൽ നടപടിയുണ്ടാകുന്നില്ല. എന്തായാലും ഇതൊക്കെ ഗൗരവമായി പരിശോധിക്കപ്പെടണം.
പുഴകളിലേക്കും നദികളിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കിവിടുകയും തള്ളുകയും ചെയ്യുന്ന പൊതുജനങ്ങൾ കുറച്ചുപേരെങ്കിലും അവരുടെ പങ്ക് ഭംഗിയാക്കുന്നുണ്ട്. സന്ധ്യാനേരത്ത് കരമനയാറിൻ്റെ ആളൊഴിഞ്ഞ ഭാഗത്ത് സ്കൂട്ടറിൽ മാലിന്യം കൊണ്ടെറിഞ്ഞത് സാധാരണയാളല്ല, പ്രൊഫഷണൽ ബിരുദമുള്ള സർക്കാർ ജീവനക്കാരായ പ്രതികളാണ്. തൽക്കാലം പേര് വെളിപ്പെടുത്തുന്നില്ല. പിടിക്കപ്പെട്ടാൽ പിഴയടച്ച് തടിയൂരി. പരിഹാരമാർഗങ്ങൾ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർ തന്നെ അവ ശുദ്ധീകരിക്കുവാനുള്ള മുഴുവൻ ചിലവും വഹിക്കണമെന്ന പൊല്യൂട്ടൻ പേ പ്രിൻസിപ്പിൾ നിലവിലുണ്ട്. നമുക്കും അതൊക്കെ വേണ്ടിവരും. സമഗ്രവും ശാസ്ത്രീയവും പ്രാദേശികവുമായ ഖരദ്രവ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പരിപാലന മാർഗങ്ങളും രീതികളും ഇനിയും കൂടുതലായി വികസിപ്പിക്കേണ്ടതുണ്ട്. നദികൾ മലിനമാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മാപ്പിംഗ് അത്യാവശ്യമാണ്. നദീതടങ്ങളിലുള്ള കെട്ടിടങ്ങളിലെ സാനിറ്ററി ഓഡിറ്റിംഗ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം. ഫാക്ടറികളിലെ മാലിന്യങ്ങൾ നേരിട്ട് പുഴകളിലേക്ക് വിടുന്നവരെ കണ്ടെത്തി ശാസ്ത്രീയ രീതികൾ സജ്ജമാക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്യാത്തവരുടെ ലൈസൻസ് പുതുക്കി നൽകരുത്. എല്ലാ സ്ഥാപനങ്ങളിലും വേസ്റ്റ് ഡിസ്പോസൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കണം. അവയിൽ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് പുറമെ ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർക്ക് പങ്കാളിത്തം നൽകണം. ഇതിനാവശ്യമായ നയവും ചട്ടവും നിയമവും ശുചിത്വ മിഷൻ തയ്യാറാക്കി നിയമപരമാക്കി മാറ്റണം. ലൈസൻസ് പുതുക്കലിൽ പ്രധാന മാനദണ്ഡമായി വേസ്റ്റ് ഡിസ്പോസൽ കൊണ്ടുവരണം. പൊല്യൂട്ടർ പ്രിൻസിപ്പലിൻ്റെ സാധ്യത സർക്കാർ പരിശോധിക്കേണ്ടതാണ്. നദികളുടെ മലിനീകരണം ഒഴിവാക്കുന്നതുൾപ്പെടെ ചേർത്തുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ സാനിറ്ററി പോളിസി അടിയന്തരമായി തയ്യാറാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശനമായി നടപടികളിലേക്ക് പോകേണ്ടതും അത്യാവശ്യമാണ്. സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കൂടുതൽ വ്യാപകമാക്കണം. ഇറച്ചിക്കോഴി കടകളിലെ മാലിന്യം എവിടെയാണ് സംസ്കരിക്കപ്പെടുന്നതെന്ന് വിലയിരുത്തപ്പെടണം. ഓരോ വാർഡിലും പുഴ ജാഗ്രതാ സമിതികൾ രൂപം നൽകണം. അവർക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ നടപടികൾക്കുള്ള അവകാശം കൂടി നൽകണം. അതിനനുസൃതമായി ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സമിതികൾക്ക് രൂപം നൽകണം. ഇത്തരം സമിതികൾക്ക് കൂടുതൽ അധികാരം നൽകാവുന്നതാണ്. അധികാര ദുർവിനിയോഗവും അഴിമതിയും നടക്കാതിരിക്കുവാനുള്ള സുതാര്യമായ നടപടിക്രമങ്ങൾക്ക് രൂപം നൽകണം. നദികൾ നാടിൻ്റെ നാഡീവ്യൂഹമാണ്. നാടിൻ്റെ സമ്പത്താണവ. സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായിരുന്ന നദികളെ കേവല മാലിന്യവാഹിനികളായ ഓടകളാക്കി മാറ്റുന്നത് ശരിയല്ല. ശുദ്ധജല ലഭ്യതയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ നദികൾ പ്രധാനമാണ്. അവ സംരക്ഷിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. അവയുടെ പരിശുദ്ധിയോടെ തന്നെ സംരക്ഷിക്കപ്പെടണം.